തൃശ്ശൂർ പാട്ടുരാക്കിലാണ് ലിഷോയ് ഉള്ളത്. പാട്ടുരാക്കിലും മഴക്കെടുതിയുണ്ട്. ലിഷോയ്, നിലവിൽ എന്താണ് അവസ്ഥ? അവിടെ നിന്നുള്ള താമസക്കാരൊക്കെ മാറിയോ? ഉണ്ടായിരുന്നതിനേക്കാൾ കുറഞ്ഞിട്ടുണ്ട്. ആളുകൾ എല്ലാവരും തന്നെ അവിടെ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കൂടുതൽ ശക്തമായി ഇനിയും വൈകി മഴ പെയ്തു കഴിഞ്ഞാൽ അത് വീടുകൾ ഉള്ളിൽ ജലനിരപ്പ് ഉയരാനായുള്ള സാധ്യതയുണ്ട്. അത് കണക്കിലെടുത്താണ് കൂടുതൽ ആളുകളും അവിടെ നിന്ന് മാറുന്നത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യം തന്നെയാണ് തൃശ്ശൂർ നഗരത്തിലുള്ളത്. കാരണം മറ്റൊന്നുമല്ല, ഈ മഴ ഇനിയും ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് വെള്ളം കയറും എന്നുള്ളതാണ്. അത് അങ്ങനെ കയറുകയാണെങ്കിൽ തന്നെ അത് ക്യാമ്പുകളിലേക്കും മറ്റുമൊക്കെ പോകേണ്ടി വരും. ചേട്ടാ, അവിടെ ഇനി ആളുകളുണ്ടോ? എല്ലാവരും വീട്ടില് പോയില്ലേ? വീട്ടിൽ നിന്ന് ആരും പോയിട്ടില്ല, എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ വെള്ളം കയറിയോ? വീടിനകത്തൊക്കെ വെള്ളം മുകളിലൊരു നിലയുള്ള കാരണം കൊണ്ട് അവിടെ കയറിയിരിക്കണം. സാധനങ്ങളൊക്കെ മുകളിലേക്ക് ടേബിളിന്റെ മേലെയും സ്ഥിരമായിട്ട് ഇവിടെ ഇങ്ങനെ വെള്ളം കയറാറുണ്ട്. ഇക്കൊല്ലം ഇത് ആദ്യമായിട്ടാണ്. കഴിഞ്ഞ ഒരു 3 വട്ടം കയറി. അപ്പോൾ അവർ പറഞ്ഞ ഈ ചാല എന്ത് വൃത്തിയാക്കാണ്ടായിരുന്നു, ആ സാധനം ബ്ലോക്ക് മാറി ഇനി കയറില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇക്കൊല്ലം ഇതിപ്പോ പെട്ടെന്ന് ഇതായി പോയി. ഇപ്പൊ വെള്ളം ഒഴുകി പോകാനായിട്ട് സ്ഥലമില്ല അല്ലേ, ചെറിയ കാനയായത്. അതാണ് മെയിൻ പ്രശ്നം തോന്നുന്നത്. പിന്നെ ഇവിടേക്ക് വരുന്ന വെള്ളം വേറൊരു അതിലൊരു ചാലുണ്ട്, അതിലമ്മരേക്ക് പോകണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നുണ്ടായിരിക്കുക. ചെറിയൊരു പരിപാടി ഉണ്ട് പോട്ടെ. അപ്പോൾ അതാണ് പ്രശ്നം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു കാന തന്നെയാണ് പ്രശ്നം. വളരെ ചെറിയ കാനയാണ്. ഈ കാനയിലൂടെ വെള്ളം ഒഴുകി പോകുന്നത് അത് വലിയ തോതിൽ വെള്ളം ഇവിടെ നിന്ന് ഒഴുകി പോകാൻ കഴിയില്ല. വളരെ ഇടുങ്ങിയ കാനയാണ്. ഒരടി മാത്രം വീതിയുള്ളൊരു കാനയിലൂടെയാണ് ഈ വെള്ളം മുഴുവൻ ഇവിടെ മഴ പെയ്യുന്ന വെള്ളം മുഴുവൻ ഒഴുകി പോകുന്നത്. അങ്ങനെ കൃത്യമായി ഒഴുകി പോകാത്തതാണ് ഇവിടുത്തെ ഒരു വെള്ളക്കെട്ടിന് കാരണമായി ഇവിടുത്തെ ആളുകൾ എല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. തീർച്ചയായിട്ടും തൃശ്ശൂർ പാട്ടുരാക്കിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടുത്തെ ജനജീവിതം ദുസ്സഹമാണ്. വെള്ളക്കെട്ട് ഇനി ഉണ്ടാവില്ല, തടസ്സങ്ങളൊക്കെ മാറ്റി എന്ന് അറിയിച്ചിരുന്നെങ്കിലും വീണ്ടും പെട്ടെന്ന് വെള്ളക്കെട്ടുണ്ടാവുകയായിരുന്നു ചെയ്തത്. വെള്ളം ഒഴുകി പോകാനുള്ള സ്ഥലം തീരെ ഇടുങ്ങിയതാണ് എന്നതൊരു പ്രധാന കാരണമായി നാട്ടുകാർ പറയുന്നു.